നമസ്തേ സന്തോഷ് ജി. നമസ്തേ. സന്തോഷ് ജി, നമ്മള് താമസിക്കുന്ന വീടുകള്, ഗ്രഹങ്ങള്, അത് ലക്ഷ്മി ഗ്രഹങ്ങളെന്നാണല്ലോ നമ്മൾ വിചാരിക്കുന്നതും അറിയുന്നതും അങ്ങനെയാണല്ലോ വേണ്ടതും, അല്ലേ? ലക്ഷ്മി ഗ്രഹങ്ങളാണ്. അപ്പൊ ലക്ഷ്മി ഗ്രഹങ്ങളുടെ തുടക്കം ഉദയത്തിന് മുമ്പ് നമ്മൾ എഴുന്നേൽക്കുമല്ലോ. അപ്പൊ ആ തുടക്കം, ഒരു ലക്ഷ്മി ഗ്രഹത്തിന്റെ തുടക്കം, അതിലെ അംഗങ്ങള് എങ്ങനെയാണ് തുടക്കം? ആ ലക്ഷ്മി ഗ്രഹത്തിൽ നമുക്ക് അടുക്കളയിൽ ആണല്ലോ ആദ്യം ലക്ഷ്മിമാരാണല്ലോ ആദ്യം എഴുന്നേൽക്കുന്നതും ഒക്കെ എന്നാണ് വിചാരം. അപ്പൊ നമ്മുടെ വീട് ലക്ഷ്മി ഗ്രഹങ്ങളാണെങ്കിൽ ഒരു മാതൃകാ ലക്ഷ്മി ഗൃഹം, മാതൃകാ വീട് എങ്ങനെയുള്ളതാവണം? അവിടുത്തെ രാവിലെ മുതൽ അല്ലെങ്കിൽ ഉദയത്തിന് മുമ്പ് എഴുന്നേൽക്കുമ്പോൾ മുതലുള്ള അംഗങ്ങൾ ഏത് തരത്തിലാണ് നമ്മുടെ വീട്ടിൽ തുടങ്ങേണ്ടത്, ഒരു ദിവസം തുടങ്ങേണ്ടത്? അതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം കിട്ടിയാൽ, ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. നിങ്ങൾക്ക് അതൊന്ന് ഒരു രൂപരേഖ തരാൻ കഴിയുമോ? തീർച്ചയായിട്ടും അതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഇത് എത്ര പേര് ഉൾക്കൊള്ളും, എത്ര പേര് ഇത് ക്ഷമയോടുകൂടി കേട്ടിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. അല്ല, എത്ര പേര് ഉൾക്കൊള്ളുന്നതല്ല, ഉൾക്കൊള്ളുന്ന ആളുകളുടെ എണ്ണമല്ല നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത്. ഞാൻ ചോദിച്ചിരുന്നല്ല. അതായത് ലക്ഷ്മി ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ വീടുകളിൽ നിന്നും വ്യത്യസ്തമാണ്. ഇപ്പോഴത്തെ വീടുകളിൽ നിന്നും വ്യത്യസ്തമാണ് ലക്ഷ്മി ഗ്രഹങ്ങൾ. ഒരു വീട് ലക്ഷ്മി ഗ്രഹങ്ങളായിട്ട് ലക്ഷ്യീകരിപ്പിക്കുന്ന, ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ മനുഷ്യരെ, മാനവരെ പ്രാപ്തയാക്കുന്ന രീതിയിലേക്ക് ഉയരണമെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ നിന്നും കുറച്ച് വ്യത്യാസം വരണം. അപ്പോഴാണത് ഈ ലക്ഷ്മി ഗ്രഹങ്ങൾ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ലക്ഷ്മി ആരാണെന്നാണ് ആദ്യം അറിയേണ്ടത്. അപ്പോഴാണ് എങ്ങനെയാണ് ലക്ഷ്മി ഗ്രഹങ്ങൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാവുന്നത്. ജീവലോകത്തെ ലക്ഷ്മീകരിപ്പിക്കുന്നത് ലക്ഷ്മി, അത് മാതൃലോകത്തിൻ്റെതാണ്. ലക്ഷ്മി ഗ്രഹങ്ങളാണ് ലക്ഷ്മി ക്ഷേത്രങ്ങൾ, പരദേവതാ സ്ഥാനങ്ങൾ. നമ്മുടെ വീട്ടിലെ സ്ത്രീജനങ്ങൾ പരദേവതകളെ പോലെയാണ്. ഇത് പറയുമ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങ് ലക്ഷ്മിയുടെ ക്ഷേത്രം കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ലക്ഷ്മിയുടെ ക്ഷേത്രം ഒരിടത്തും കാണാനില്ലല്ലോ. ഇല്ല. ലക്ഷ്മിയുടെ ക്ഷേത്രം ഓരോ വീടുമാണ്. ലക്ഷ്മിയുടെ ഗ്രഹമാണ് ഈ ഭൂമി, അതായത് പാർവതിയുടെ കൂട്, പാർവതിയുടെ വീട് എന്നാൽ ജലത്തിൻ്റെ കൂട്. മാതൃലോകത്തിൽപ്പെടുന്ന എല്ലാ ജീവൻ്റെയും ഗ്രഹങ്ങളാണ് ലക്ഷ്മിയുടെ ക്ഷേത്രങ്ങൾ. മാതൃലോകത്തിൻ്റെ ഭവനങ്ങളാണ് ലക്ഷ്മി ക്ഷേത്രങ്ങൾ. ജന്തുലോകത്തെ, പുരുഷലോകത്തെ, സർവ്വലോകത്തെയും ലക്ഷീകരിപ്പിക്കുന്നതിന് കാരണമായി ഉത്സാഹത്തെ ജനിപ്പിക്കുന്നവൾ ആരോ അവൾ ലക്ഷ്മി. അപ്പൊ അങ്ങനേതായിട്ടുള്ള ലക്ഷ്മിയുടെ ഗ്രഹങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഉദയം മുതൽ 4 മണിക്കൂർ മുമ്പോട്ട് ലക്ഷ്മി ഗ്രഹം ഉണരും. സ്ത്രീജനങ്ങൾ, മാതൃലോകം ഉണരും. അതൊരു മാതൃകയാണ്. മാതൃലോകം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, മാതൃക ജീവലോകമാണ് മാതൃലോകം. മാതൃക എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, മൃത്യുവിനെ അതിജീവിക്കുന്നവൾ. സ്വജീവനെ ത്യജിച്ച് തൃണവൽക്കരിച്ച് ത്യാഗം ചെയ്തുകൊണ്ട് പുതുജീവനെ ദാനം ചെയ്യുന്ന മറ്റു മാതൃകകളൊന്നുമില്ലാത്ത ആ ദേവതാഭാവത്തിലുള്ള ജീവലോകം, മാതൃലോകം, അവരാണ് ലക്ഷ്മി. അപ്പോൾ ഓരോ ലക്ഷ്മി ഗ്രഹങ്ങളും ഉദയത്തിന് 4 മണിക്കൂർ മുമ്പേ ഉണർന്ന് അവരുടെ ആ ഡ്യൂട്ടി കൃത്യമായിട്ട് നിർവഹിക്കും. മനുഷ്യര് മാത്രമല്ല, പക്ഷികള്, ജന്തുലോകം ഒന്നാകെ ഉദയത്തിന് മുമ്പ് ഉണരും. ഉദയത്തിന് 2 മണിക്കൂർ മുമ്പെങ്കിലും ഉണർന്നിരിക്കണം. കാരണം ഉദയത്തിന് മുമ്പുള്ള 2 മണിക്കൂറും ഉദയത്തിന് ശേഷമുള്ള 2 മണിക്കൂറും ചേർന്നതാണ് വസന്തത്തിന്റെ സമയം. നമ്മുടെ പ്രപഞ്ചത്തിൽ 24 മണിക്കൂറിലെ 6 ഋതുഭാവങ്ങൾ മിന്നിമറയുന്നതുണ്ട്. അത് സസ്യലോകവും ജന്തുലോകവും ചേർന്ന ആ 8 മണിക്കൂറിന്റെ വൈഭവത്താലാണ് ലക്ഷ്മി ലോകത്തിന്റെ അവസാനത്തെ പാദത്തെ 2 മണിക്കൂറും സസ്യലോകത്തിന്റെ ആദ്യത്തെ പാദത്തെ 2 മണിക്കൂറും ചേർന്നിട്ടാണ് വസന്തം ഉണ്ടാകുന്നത്. വസന്തം എന്ന് പറയുന്ന പ്രതിഭാസം രാവിലെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനായിട്ട് ലക്ഷ്മി ലോകം രാവിലെ ഉണരേണ്ടതുണ്ട്. കുളിച്ച് ശുദ്ധമായി അവര് യാഗശാല പോലെ, അടുക്കള യാഗശാല പോലെയാകണം. അപ്പോഴാണ് വീട്ടിൽ യോഗികളായിട്ടുള്ളവരുണ്ടാകുള്ളൂ. അല്ലെങ്കിലോ രോഗികളായിട്ടുള്ളവരാണ് ഉണ്ടാകുന്നത്. വീടിനകവും പരിസരവും മുറ്റവും എല്ലാം ശുദ്ധീകരിച്ച് ജലത്തെ തളിച്ച് ജലത്തെ പാനം ചെയ്ത് അഗ്നിയെ വന്ദിച്ച്
ശരിക്കും അറിവോടെ ഭക്ഷണം തയ്യാറാക്കണം. അപ്പോൾ ഒരു യാഗശാല പോലെയാണ് അടുക്കള മാറേണ്ടത്. അവിടെയാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഒരു ചെവി കൂടി കേട്ട് മറ്റൊരു ചെവി കൂടി പൊക്കോട്ടെ കേട്ടോ. യാഗശാല എന്ന് പറയുമ്പോ ഇപ്പോഴത്തെ അടുക്കളയില് ഈ യാഗശാലയുടെ അവസ്ഥ അല്ലല്ലോ ഉള്ളത്. അല്ല, നമ്മുടെ ലക്ഷ്മി ഗ്രഹങ്ങൾ, അതാണ് സാധാരണ വീടും ലക്ഷ്മി ഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ലക്ഷ്മി ക്ഷേത്രങ്ങളായിട്ട് നമ്മളുടെ വീടുകൾ മാറുമ്പോൾ ആ ക്ഷേത്രത്തിൽ അടുക്കള യാഗശാല പോലെയാവണം. അടുക്കളയ്ക്ക് പുറത്ത് പൂന്തോട്ടം, അടുക്കളത്തോട്ടം ഉണ്ടാവണം. മുറ്റത്ത് ഉദ്യാനങ്ങൾ ഉണ്ടാകണം. ഉദ്യോഗത്തെ ജനിപ്പിക്കുന്ന പൂ ചൂടിക്കുന്ന രീതിയിൽ നമ്മൾ ഒരു പിടുത്തം പൂക്കള്, മുക്കറ്റി, അതുപോലെ തന്നെ ചെത്തി, തുളസി, രാമതുളസി, ഇതിങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട പൂക്കള് ഒരു ഇലയിൽ ഒരു പത്രത്തില് എടുത്ത് അത് നമ്മളുടെ വീടിന്റെ പൂജാമുറിയിലും വീട്ടിലെ വാതുക്കലും എല്ലാം ഭദ്രമായിട്ട് വെക്കുകയാണെങ്കിൽ തന്നെ ഐശ്വര്യമാകും. അപ്പോൾ ജലത്താൽ ശുദ്ധീകരിച്ച് ആ പ്രദേശത്തെ മണ്ണിനെയും ജലത്തെയും ചേർത്ത് വെച്ച് ആ മണ്ണിനെ നമ്മുടെ ഭൂമുഖത്ത് വിളക്ക് വെച്ച് മണ്ണിനെ ജലത്തെ ചേർത്ത് വെച്ച് ആ ഭൂമുഖത്തേക്ക് നമ്മൾ ബോധത്തെ കൊടുത്ത് മണ്ണിലേക്ക് ജലം വീഴുമ്പോൾ തന്നെ അത് ബ്രഹ്മശക്തിയിലേക്ക് ഉയരും. ഭൂമുഖത്ത് ഒരു വിളക്ക് വെക്കണം വീടിന്റെ മുന്നിൽ. അത് നമ്മളുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. രാവിലെ ഉദയമാണ്. ഈ പ്രകൃതി സഞ്ചരിക്കുന്നത് തമസിൽ നിന്നും പ്രകാശത്തിലേക്കാണ്. ഡാർക്ക് എനർജിയിൽ നിന്നും വൈറ്റ് എനർജിയിലേക്കാണ് പ്രകൃതി സഞ്ചരിക്കുന്നത്. അപ്പൊ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ബ്രഹ്മശക്തി കൂടും, അറിവിന് പ്രാധാന്യം കൂടും. അതേസമയം വൈകുന്നേരം അങ്ങനെയല്ല, തിരിച്ചാണ്. അഗ്നിയിൽ നിന്നും തമസിലേക്കാണ്, വൈറ്റ് എനർജിയിൽ നിന്നും ഡാർക്ക് എനർജിയിലേക്കാണ് പ്രപഞ്ചം സഞ്ചരിക്കുന്നത്. അപ്പോഴാണ് ശരത്കാലം ഉണ്ടാകുന്നത്. നമുക്ക് ഉറക്കം എന്ന് പറയുന്ന പ്രതിഭാസം, നിത്യമരണമായിരിക്കുന്ന ഉറക്കം അവിടെ സംഭവിക്കുന്നത്. ഉദയത്തിൽ സംഭവിക്കുന്നത് ഡാർക്ക് എനർജിയിൽ നിന്നും വൈറ്റ് എനർജിയിലേക്ക് വരുമ്പോൾ ഉണർവാണ് സംഭവിക്കുന്നത്, ഉറക്കമല്ല. സൂര്യൻ ഉദിക്കുമ്പോൾ ഉണർന്നിരിക്കണം, അസ്തമിക്കുമ്പോഴും ഉണർന്നിരിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അസ്തമയത്തിന് ശേഷമാണ് മയക്കം, ഉറക്കം. അപ്പൊ രാവിലെ ബ്രഹ്മശക്തി കൂടി നിൽക്കുന്ന സമയമാണ്. ബ്രഹ്മശക്തി ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സമയമാണ് രാവിലെ. സത്വഗുണമുള്ള വായുവിന്റെ സ്പർശത്താൽ, പ്രകൃതിയുടെ ആ വൈറ്റ് എനർജിയിലേക്കുള്ള സഞ്ചാരത്താൽ, ആകാശത്തിന്റെ ശൈത്യഗുണം അനുഭവിക്കുന്ന പ്രകൃതി ആ താപഗുണത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയമാണ് ജന്തുലോകം, മാതൃലോകം ഉണർന്നിരിക്കേണ്ടത്. എല്ലാവരെയും ഉത്സാഹിപ്പിക്കുന്ന രീതിയിൽ, ഉത്സവത്തെ ജനിപ്പിക്കുന്ന രീതിയിൽ, അങ്ങനെ ഒരു നല്ലൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഓരോ ലക്ഷ്മി ഗ്രഹങ്ങൾക്കും കഴിയണം. കുളിച്ചിട്ട് ഭക്ഷണം പാകം ചെയ്യുകയാണ് അതിന്റെ രീതി. കാരണം ലക്ഷ്മി ഗ്രഹങ്ങളാണ്, ലക്ഷ്മി ക്ഷേത്രങ്ങളാണ് ഓരോ വീടുകളും. മനുഷ്യരുടെ മാത്രമല്ല കേട്ടോ, എല്ലാ ജന്തുലോകത്തിന്റെയും വീടുകൾ ലക്ഷ്മി ഗ്രഹങ്ങളാണ്, ലക്ഷ്മി ക്ഷേത്രങ്ങളാണ്. ബ്രഹ്മാവിന് ക്ഷേത്രമുണ്ടോ? ബ്രഹ്മാവിനും ക്ഷേത്രമില്ല. എന്താണെന്നറിയോ മോഹൻജി അതിന്റെ കാരണം? അറിയില്ല. ബ്രഹ്മാവിന്റെ ക്ഷേത്രവും ഓരോ ഗാത്രമാണ്. ഓരോ ഗാത്രത്തിലുമാണ് ബ്രഹ്മാവിന്റെ ക്ഷേത്രം. അതുകൊണ്ടാണ് പറയുന്നത് ഗാത്രമാണ് ബ്രഹ്മാവിന്റെ ക്ഷേത്രം എന്ന് പറയുന്നത്. ശിരസിലാണ് ബ്രഹ്മശക്തി. ശിരോ ബ്രഹ്മ ഹൃദ്യോ വിഷ്ണു ദിപാദേശിവം. ഇപ്പൊ നമ്മൾ ബ്രഹ്മശക്തി ആയിരിക്കുന്നു, പരമാത്മ ചൈതന്യമായിരിക്കുന്ന ജന്തുലോകം ബ്രഹ്മശക്തിയാകുന്നു. മാതൃലോകം, അതിൽ തന്നെ മാതൃലോകം ലക്ഷ്മി ലോകമാകുന്നു. അതുകൊണ്ടാണ് ലക്ഷ്മികൾക്ക് പ്രത്യേകിച്ച് ക്ഷേത്രങ്ങൾ ഇല്ലാത്തത്. ഓരോ ലക്ഷ്മികളും ഓരോ ജന്തുലോകത്തിന്റെയും മാതൃലോകത്തിന്റെയും വീടുകൾ തന്നെയാണ്, ആ ഗ്രഹങ്ങൾ തന്നെയാണ് ക്ഷേത്രങ്ങൾ, ലക്ഷ്മി ക്ഷേത്രങ്ങൾ. ഇപ്പോ ഒരു ക്ഷേത്രത്തിൽ എത്രമാത്രം ശുദ്ധി ആടുവോ അത്രയും ശുദ്ധി കലശങ്ങൾ ആടി ആ പൊടിയെ ഉയരാതെ, എന്നാൽ വേലിയേറ്റത്തിൽ ആ പൊടിപടലങ്ങൾ ഉയരാതെ പരാഗണത്തെ സഹായിക്കുന്ന രീതിയിൽ അന്തരീക്ഷത്തെ അത്രയും നൈർമല്യമായിട്ട് നിർത്തി അത്രയും സുന്ദരമായിട്ടുള്ള ഉത്സാഹത്തെ ജനിപ്പിക്കുന്ന ഒരു അന്തരീക്ഷത്തെ അവിടെ സമ്മാനിച്ചുകൊണ്ട് സ്ത്രീജനങ്ങൾ ഉണർന്ന് എത്ര മടിയുള്ളവരെയും ഉത്സാഹിപ്പിച്ച് ജീവിതത്തിലേക്ക് ഉത്തരവാദിത്തപ്പെട്ടവരാക്കി മാറ്റുന്ന, കർമ്മനിരതരാക്കുന്ന, കർത്തവ്യബോധമുള്ളവരാക്കുന്ന, ലക്ഷ്യത്തെ
സാധൂകരിക്കുവാൻ പറ്റത്തക്ക രീതിയിൽ പ്രേരക ചാലക ശക്തിയായിട്ട് ഉണർന്നു നിൽക്കുന്ന, ഉണർവേകുന്ന ഒരു വൈഭവമായിട്ട് പരദേവതാ ഭാവത്തിൽ ഓരോ അമ്മമാരും മാറണം. ഓരോ അമ്മമാരും അതിനായിട്ട് ജ്ഞാനത്തെ സ്വീകരിച്ചാലും. അമ്മമാര് ജ്ഞാനത്തിൽ നിന്ന് സ്നേഹത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. സ്ത്രീജനങ്ങള് ജ്ഞാനത്തിൽ നിന്ന് സ്നേഹത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. ആ അമ്മയുടെ മക്കള് ആ അമ്മയുടെ സ്നേഹത്തിൽ നിന്നും ജ്ഞാനത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഇപ്പൊ സ്ത്രീകള് ജ്ഞാനത്തിൽ നിന്ന് സ്നേഹത്തിലേക്കും, പുരുഷന്മാർ അമ്മയുടെ മാതൃലോകത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്കുമാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ അമ്മയുടെ സ്നേഹത്തിൽ നിന്നും ജ്ഞാനത്തിലേക്ക് സഞ്ചരിക്കുവാൻ ശേഷിയുള്ള രീതിയിൽ മക്കളെ നല്ല ബോധമുള്ളവരായിട്ട്, ചിന്തയുള്ളവരായിട്ട്, സൽപുത്രന്മാരായിട്ട്, ഈ രാഷ്ട്രത്തിന്, ലോകത്തിന് പരം വൈഭവത്തെ ഏകുവാൻ പ്രാപ്തിയുള്ളവരാക്കി മാറ്റുവാനായിട്ട് നമ്മളുടെ ഓരോ അമ്മമാരും പരദേവതാഭാവത്തിൽ ഈ നാടിന് വെളിച്ചം പകരട്ടെ, ജ്ഞാനം പകരട്ടെ. അവരുടെ ജ്ഞാനത്തിൽ നിന്ന് ജനിക്കുന്ന സ്നേഹത്തിൽ പുതുതലമുറ ആനന്ദം അനുഭവിക്കട്ടെ, സ്വർഗീയത ഇവിടെ ഇരിയട്ടെ. ഇതാണ് എനിക്ക് പറയാനുള്ളത് ലക്ഷ്മി ഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ലക്ഷ്മി ഗ്രഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ, ഇത് കേൾക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും തുടരാം. ഇതൊരു പഴഞ്ചൻ സിദ്ധാന്തമായിട്ട് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമാപണത്തോടു കൂടിയിട്ട് നമുക്ക് ഇത് നിർത്താം. ഇത് ശ്രവിക്കുന്ന ആളുകളെ തീർച്ചയായിട്ടും ഇതിനെ പ്രോത്സാഹിപ്പിക്കാനാണ് സാധ്യത. കാരണം ഇതൊരു പുതിയ, നമുക്ക് ഈ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ നമുക്ക് തലമുറകളായിട്ട് മറന്നുപോയിരിക്കുന്ന, നഷ്ടം വന്നിരിക്കുന്ന, ലോപിച്ചു പോയിരിക്കുന്ന ആ ചൈതന്യത്തെ വീണ്ടെടുക്കുവാൻ ഇത്തരം സന്ദേശങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും അതിന് ഉത്സാഹികളായിട്ടുള്ള, അന്വേഷകരായിട്ടുള്ള, ആഗ്രഹികളായിട്ടുള്ള ആളുകൾ ഇതിനെ സ്വാഗതം ചെയ്യുകയും അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുള്ള താല്പര്യം കാണിക്കുകയും വരും തലമുറയ്ക്ക് ഒരു വഴികാട്ടിയായി തീരാനും സാധ്യതയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും അങ്ങ് ഇതിനെക്കുറിച്ച് വീണ്ടും വിശദീകരിക്കേണ്ടി വരും. നമ്മുടെ ഗ്രൂപ്പുകളിലുമൊക്കെ സജീവമായിട്ട് ഒരു ചർച്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വളരെ നന്ദി സന്തോഷ്, ഇത്രയും പറഞ്ഞതിന്. തീർച്ചയായിട്ടും ഈ ചോദ്യം ചോദിച്ച മോഹൻജി, അങ്ങ് അഷ്ടലക്ഷ്മി മഹായാഗം നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോ ആ അഷ്ടലക്ഷ്മികൾ എന്താണെന്നും ആ അഷ്ടലക്ഷ്മി മഹായാഗത്തിന്റെ വൈഭവം എന്താണെന്നും ഒരു പക്ഷേ വളരെ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അങ്ങ് എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്തായാലും ഈ ചോദ്യം ചോദിച്ചതിൽ ഒരുപാട് സന്തോഷം. എല്ലാ മാതൃപാദങ്ങളിലും നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് നിർത്താം. നമസ്തേ.